ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ DA വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞതാണ്. അതേപോലെ തന്നെ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് വണ്ടി ആക്സിലേറ്റർ കുറയ്ക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ ഓഫായി പോവാം. പിന്നെ നമ്മുടെ ഈ ലേഡീസ് ഫുഡ് റെസ്റ്റ് ചേഞ്ച് ചെയ്യുക, അങ്ങനെ 1-2 കേസുകളാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനോ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. നമുക്കിതുമ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബ്രേക്ക് ഷൂ ആണ്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ഈ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ചെറിയ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്യാമൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററൊന്നും അല്ല നമുക്ക് കിടക്കുന്നത്, കുറഞ്ഞ ഫിൽറ്ററാണ്. അപ്പോൾ ഓൾറെഡി മാറ്റണ കസ്റ്റമർ തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ അതെന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്തിടാം. കാരണം ആ എയർ ഫിൽറ്റർ കിടക്കും തോറും ഹെഡിൽ കാർബൺ കൂടുതലായിരിക്കും, കരിയുടെ അളവ് കൂടുതലായിരിക്കും ഈ ഇങ്ങനത്തെ ഫിൽറ്ററൊക്കെ ഉപയോഗിക്കുമ്പോഴേ. അപ്പോൾ എന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്തേക്കാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വേറെ പറയത്തക്ക ഓയിലേക്ക് കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള ബെൽറ്റിൻ്റേതായിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. അതൊക്കെ നേരടിച്ച് ക്ലീൻ ആക്കണം, റീസെറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് ഇതൊക്കെ നോക്കുമ്പോഴേക്കും തേമാനമുണ്ട്. എന്നാൽ പോലും വലിയ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയാവുന്ന ആ രീതിയിലേക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ബെൻഡക്സ് യൂണിറ്റിൻ്റെ വർക്കിങ്ങും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്. അല്ലെങ്കിൽ വേറെ പ്രോബ്ലമൊന്നുമില്ല, സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ബാക്കിലത്തെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഇതേപോലെ ഒറ്റ യൂണിറ്റ് പോലെ വർക്ക് ചെയ്യണം. അതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഗ്രീസ് ചെയ്യാനായിട്ട് അഴിച്ച് ചെറിയൊരു തുരുമ്പുണ്ട്. തുരുമ്പ് പോലെ വന്ന കണ്ടാരണം നമ്മളത് കൈയോടെ അഴിച്ച് ഗ്രീസിങ് നടത്തിയാൽ പിന്നൊക്കെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്നാൽ പിന്നും എവിടെയാണ് അതിൻ്റെ ലൈനർ പിടിക്കുന്നത്, ക്ലച്ച് വെയിറ്റ് കണക്ട് ചെയ്യണത് തന്നെ. അപ്പോൾ അത് കുറേ കഴിയുമ്പോഴത്തേക്ക് ആ ഭാഗവും ടൈറ്റ് വരും. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ ബ്ലാക്ക് ഷെയ്ഡ് സ്മൂത്ത്നെസ് കാണുന്ന ഭാഗത്ത് ക്ലച്ച് ഷൂ പിടിക്കുകയും ഈ വരുന്ന ഭാഗമൊക്കെ ക്ലച്ച് പിടിക്കാതെ പോകുന്ന സിറ്റുവേഷനുണ്ട് ഈ ഭാഗത്ത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ലച്ച് ഔട്ടറിൻ്റെയാണ് അതിൻ്റെ പ്രോബ്ലം. ഈ ഔട്ടറാണ് കംപ്ലയിൻറ്റ്. ഒന്നുപോലെ നമ്മളത് മാറ്റി പുതിയത് ഇടേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് പോളിഷ് ചെയ്ത് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്നും മാറ്റിയില്ലെങ്കിൽ തന്നെ പോളിഷിങ് ആയാലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇത് നിലവിൽ വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഒരു ചെറിയ ജർക്കിങ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് സാധാരണയിൽ കവിഞ്ഞ ഒരു ജർക്കിങ് ഉണ്ട്. അത് ആ ക്ലച്ച് ഡ്രമ്മിൽ അത് പിടിക്കണതിൻ്റെ വണ്ടി നമ്മൾ എടുക്കുമ്പോൾ തന്നെ കാണിക്കണം കുടച്ചിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. അതല്ല കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്തിടാം. ലേത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് പോളിഷ് ചെയ്ത് കിട്ടും. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഓൾറെഡി ഗ്രീസിങ്ങിലാണ്, വേറെ പ്രോബ്ലമൊന്നുമില്ല. പൊടിയൊക്കെ ഉണ്ട് അത്യാവശ്യം. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഉള്ളത് എൻ്റെ ഡ്രൈവ് ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ. സെൻട്രൽ പോർഷനിലൊക്കെ അത്യാവശ്യം പൊട്ടിയിരിക്കേണ്ട ഈ ഭാഗത്തൊക്കെ. നമുക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് ഈ രീതിയിലിട്ട് ഓടിക്കാതിരിക്കണം നല്ലത് കേട്ടോ. കാരണം വെച്ചാൽ ഒരു പക്ഷേ പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റൊക്കെ തന്നെ കിടക്കണേ. പക്ഷേ അതിൻ്റെ ഉപയോഗം മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. ഈ ഭാഗം നോക്കുമ്പോൾ അറിയാം ഇവിടെയൊക്കെ ശരിക്കും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ചിട്ട് അത്യാവശ്യം ലോങ്ങൊക്കെ ഓടണ വണ്ടിയാണ്, അത്യാവശ്യം ഡെയിലി യൂസേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാതിരിക്കണം നല്ലത്. മാറ്റിയിടണമായിരിക്കും ഏറ്റവും സേഫ് കേട്ടോ. അതല്ലെങ്കിൽ ചിലപ്പോൾ ബെൽറ്റ് പൊട്ടിയിട്ട് നമ്മൾ വഴിപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷനൊക്കെ വരും. മാറ്റേണ്ട ടൈമാണ് ശരിക്കും കേട്ടോ. അപ്പോൾ കാർ ബാറ്ററി യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ് വണ്ടി ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ സ്ലോജറ്റൊക്കെ ബ്ലോക്ക് ആവുന്ന ഒരു പ്രോബ്ലമൊക്കെ ഉണ്ട് നല്ലൊരു വണ്ടിക്ക്. അപ്പോൾ അത് ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിന് ശേഷം എൻജിൻ ട്യൂണിങ്ങിലൊക്കെ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്യുക. അപ്പോൾ അതിന് ശേഷം വേണം നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട്, നോക്കാനായിട്ട് കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമായാലും സ്പാർക്ക് പ്ലഗ് വലിയ പഴക്കമില്ല, എന്നാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമ്മൾ ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ ഗ്രീസിങ് നടത്താനൊക്കെ ആയിട്ട് അയച്ചാണ്. അപ്പോൾ നിലവിലത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷൊക്കെ അത്യാവശ്യം ഒരു തേമാനത്തിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ ഇത്രയും പ്ലേ കാണിക്കണം. അപ്പം നമുക്ക് കോളർ മാറ്റി കിട്ടുമോ എന്നുള്ള ദിവസം നോക്കാം. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റപ്പായി മാറേണ്ടി വരും കേട്ടോ. എൻ്റെ കുഷൻ അസംബ്ലിയുടെ ബുഷായാലും അത്യാവശ്യം ഓവലാണ്, ഈ സൈഡൊക്കെ ചടിപ്പം നിൽക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ എന്തെങ്കിലും മാറിയിടണം. മറ്റേത് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ അതിൽ ഔട്ടർ പൊട്ടിയിട്ടൊക്കെ നിൽക്കുന്നത്. ഈ സൈഡൊക്കെ അതിൻ്റെ കറക്റ്റായ എൻഡ് വന്ന ഭാഗത്തൊക്കെ പൊട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ടൈറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്ത് വിടാം, അതായിരിക്കും ബെറ്റർ. ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ലൈനർ. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് വാട്ടർ പേപ്പറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാതെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കണ ബാറ്ററി 2024 പുതിയ ബാറ്ററിയാണ്. ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട്. കാര്യം പുതിയ ബാറ്ററിയാണ്. സർവീസിനകത്ത് നമുക്കത് ബാറ്ററി ടെസ്റ്റ് ഉള്ളത് കൊണ്ട്
അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 12.92 വരെ കാണിക്കുന്നുണ്ട്. ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിൽ കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഇവിടെ കാണിക്കും. നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പുതിയ ബാറ്ററിയാണ് എങ്കിലും സർവീസിൽ അത് ഉൾപ്പെടുത്തിയേക്കുന്നത് കൊണ്ട് ഞാനത് ചെയ്തു എന്ന് മാത്രം കേട്ടോ ബാറ്ററി ടെസ്റ്റ്. പിന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് നമുക്ക് വരുന്നത് ഫോം ടൈപ്പാണ്, സ്ക്വയർ ടൈപ്പ് തന്നെയാണ്. അത് ഓൾറെഡി പൊടിഞ്ഞു പോയ അവസ്ഥയാണ്. നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ ഓയിൽ വലിയ പഴക്കമായിട്ടില്ല. പൊടിക്ക് ലെവൽ കുറവ് തോന്നുന്നുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ടോപ്പപ്പ് ചെയ്ത് വിട്ടാൽ മതി. പിന്നെ പ്രൊട്ടക്റ്റ് ഇതുമാതിരത്തെ സൈലൻസറിൻ്റെ കവർ കൊടുക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട്, അതായത് സൈലൻസറിൻ്റെ കവർ, അതേപോലെ ഫ്രണ്ടിലെ ബുഷ്, ഈ ബ്രേക്കിൻ്റെ കേബിള്, എയർ ഫിൽട്ടർ, കാർബറേറ്റർ ക്ലീനിങ്, ബെൽറ്റും കൂടി ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ ഇന്ന ഇത്രയും ഭാഗങ്ങളാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഇത് നോക്കാം ഏതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ പറഞ്ഞേക്കണ ഭാഗങ്ങളെല്ലാം തന്നെ ഡാമേജിലേക്ക് എത്തിയേക്കണം. അപ്പോൾ അത് ഉൾക്കൊള്ളിച്ചുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെ നിങ്ങളുടെ അപ്രൂവൽ, നിങ്ങൾ പറയുന്നതിൻ്റെ ഒരു അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ബാക്കിത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് വിളിക്കുക, കോൺടാക്റ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.